ടിസ്റ്റാണ് മഞ്ചേശ്വരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു UDF മണ്ഡലമാണ്. പക്ഷേ LDFകാർ അവിടെ ജയിച്ചിട്ടുണ്ട്. CH കുഞ്ഞമ്പു ജയിച്ചിട്ടുണ്ട്. UDFകാരാണ് കൂടുതലും ജയിക്കുന്നത്. ചേർക്കുള അബ്ദുള്ള അവിടെ ജയിച്ച് മന്ത്രിയായിട്ടുണ്ട്. INLകാരാണ്, ഇന്ത്യൻ നാഷണൽ ലീഗുകാരാണ് അവിടെ കൂടുതൽ ജയിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഒരു അഷ്റഫാണ്. പക്ഷേ 2 പ്രാവശ്യം ഒരു ബൈ ഇലക്ഷനിൽ കെ സുരേന്ദ്രൻ BJPയുടെ മത്സരിച്ച് 100 വോട്ടിന് താഴെ പിടിച്ചു. പിന്നെ അത് ഇരട്ട വോട്ടാന്ന് പറഞ്ഞ് കോടതിയിലൊക്കെ പോയെങ്കിലും സുരേന്ദ്രൻ രക്ഷപ്പെടാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും 100 വോട്ടിന് താഴെയായിരുന്നു. മറ്റൊരു ഇലക്ഷനിൽ 1000 വോട്ടിന് താഴെയായിരുന്നു. സുരേന്ദ്രൻ ഇപ്പോൾ അവിടെ മത്സരിക്കുന്നുണ്ട്. ഇന്നലെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. അതിനാണ് ഈ വീഡിയോ ഒരു പ്രസക്തി. ഇന്നലെ വരെ SDPI ഒളിഞ്ഞും തെളിഞ്ഞും UDFൻ്റെ കൂടെയും ലീഗിൻ്റെ കൂടെയായിരുന്നു. എന്നാൽ അഷറഫ് എന്ന് തന്നെ പേരുള്ള, ഒന്ന് TKM അഷ്റഫ്, മറ്റത് KM അഷ്റഫ്. അഷറഫ് എന്ന് തന്നെ പേരുള്ള ഒരാൾ SDPIക്ക് മത്സരിക്കുകയാണ്. പേരുകൊണ്ട് തന്നെ അപരനാണെന്ന് കരുതി ഒരുപാട് വോട്ടുകൾ അങ്ങനെ മാറും. SDPIക്ക് ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ കുറേ മുസ്ലിങ്ങളുടെ പള്ളികൾ കേന്ദ്രീകരിച്ചും അല്ലാതെയൊക്കെ കുറേ മുസ്ലിങ്ങളുടെ ബന്ധമുണ്ട്. നമ്മളില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI, ജമാഅത്ത് ഇസ്ലാമി, ഇതിനെല്ലാം കുറേശ്ശെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പള്ളികളുമായിട്ടൊക്കെ ചേർന്ന് കുറേശ്ശെ പീസ് പങ്കാളിത്തമുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെയൊക്കെ ഒരു പങ്കാളിത്തമുണ്ട്, അതിനകത്ത് അവരുണ്ട്. അതുകൊണ്ട് തന്നെ SDPI ഇന്നലെ മാറി. പക്ഷേ എന്നാൽ മറ്റൊരു കാര്യം സംഭവിച്ചു. PDP ആർക്ക് ഒരു 100 മണ്ഡലങ്ങളിൽ അവരുണ്ടെന്നും ആ മണ്ഡലങ്ങളിൽ CPMന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ രസകരമാണ്. PDPയെ പിടിച്ചകത്തിടുന്നതിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട്. പക്ഷേ എന്നിട്ടും മദനിയെ പിടിച്ചകത്തിടുന്നതിൽ എന്നിട്ടും PDP ഇടതുപക്ഷത്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തോടുകൂടി ജമാഅത്ത് ഇസ്ലാമി UDFൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നാണ് വെൽഫെയർ പാർട്ടിയൊക്കെ UDFൻ്റെ. അപ്പോൾ ഇന്നലത്തോടുകൂടി മുസ്ലിം കൺസോൾട്ടേഷൻ്റെ ഭാഗം 3ആയി പിരിഞ്ഞിട്ടുണ്ട്. ഒന്ന് SDPI മത്സരിക്കുന്നു. ഇന്നലത്തെ മഞ്ചേശ്വരത്ത് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും അവർ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ലീഗിനായാലും കോൺഗ്രസിനായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പരിക്കേൽക്കുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ വോട്ട് കൊടുക്കുന്നില്ലല്ലോ, BJPക്കും കൊടുക്കുന്നില്ല. കോൺഗ്രസ്സിന് ആണ് പല കാരണങ്ങളാൽ പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ CPMുമായിട്ടും അവർ ബന്ധം വച്ചിട്ടുണ്ട്. CPMന് വോട്ട് കൊടുത്തിട്ടുണ്ട്. BJP ആയിട്ടാണ് ബന്ധമില്ലാത്തത്. അപ്പോൾ SDPI അങ്ങനെ ചിത്രത്തിൽ വന്നതോടുകൂടി അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി മാറി. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തൊക്കെ സുരേന്ദ്രൻ്റെ സാധ്യത ഒന്നുകൂടി കൂടുകയാണ്. മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുകയാണ്. മഞ്ചേശ്വരത്ത് അങ്ങനെയാണെങ്കിൽ, SDPIയുടെ സ്ഥിതി കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ, ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കോൺഗ്രസ്സിന് നിരുപാധിക പിന്തുണ കൊടുത്തിട്ട് ഹമീദ് വാണിബേലും സംഘമൊക്കെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും UDFന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. PDPയുടെ ബെനിഫിറ്റ് LDFന് കിട്ടും. അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി 4ആയി പിരിയുകയാണ് കേരളത്തിൽ. 5ആയി പിരിയുകയാണ്. ഒന്ന് INL എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഔദ്യോഗിക ലീഗ്, കോൺഗ്രസിൻ്റെ UDFൻ്റെ കൂടെ നിൽക്കുന്ന ലീഗ് ഒരു പ്രധാന പാർട്ടി, 10-27 സീറ്റിൽ അവർ മത്സരിക്കുന്നു. മറ്റൊരു ലീഗ്, അഖിലേന്ത്യാ ലീഗ് എന്ന് പറഞ്ഞൊരു ലീഗ്, കുറച്ച് പേര് പിന്നെ നമ്മുടെ LDFൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അത് 2 വിഭാഗമായി. SDPI സ്വതന്ത്രമായി നിൽക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി UDFൻ്റെ കൂടെ നിൽക്കുന്നു. PDP LDFൻ്റെ കൂടെ നിൽക്കുന്നു. ഇതാണ് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വളരെ രസകരമായ ഒരു ചിത്രം. അതിൽ SDPI സ്വതന്ത്രമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും BJPക്ക് അതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടും. കാരണം ഹിന്ദു വോട്ടുകൾ ഒരിടത്തേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാനും മുസ്ലിം വോട്ടുകൾ ബൈഫർക്കേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടാക്കാൻ പറ്റിയാൽ വലിയ മാറ്റമുണ്ടാക്കാൻ പറ്റും BJPക്ക്. അതേസമയം ഇങ്ങനെ വരുമ്പോൾ ആ വോട്ടുകൾ, ഹിന്ദു വോട്ടുകൾ UDFലേക്ക് കൺസോൾട്ട് ചെയ്യപ്പെട്ടാൽ, കാരണം അയ്യപ്പ വിശ്വാസത്തിൻ്റെയൊക്കെ പ്രശ്നം വന്നപ്പോൾ UDFലേക്കാണ് വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ടാൽ UDF വരും. അപ്പോൾ ഇതാണ് ഒരു രസകരമായ കാര്യം. എന്തായാലും മഞ്ചേശ്വരത്ത് വീണ്ടും ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. സുരേന്ദ്രൻ്റെ കാര്യം കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്കാണ് സുരേന്ദ്രൻ്റെ കാര്യം വരുന്നത്. ഞാൻ പറഞ്ഞ മറ്റ് മണ്ഡലങ്ങളുടെ സ്ഥിതി ഇതാണ്. ഓരോ മണ്ഡലത്തിലും രാഷ്ട്രീയമായി തെക്കൻ മേഖലയിലാണെങ്കിൽ നാടാർ കമ്മ്യൂണിറ്റി വളരെ വലിയ കമ്മ്യൂണിറ്റിയാണ്. ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഇപ്പം കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആ ബെൽറ്റ്, എറണാകുളം, തൃശ്ശൂരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ആ ബെൽറ്റ് എടുത്താൽ ക്രിസ്ത്യാനിറ്റിക്ക് വലിയ സ്വാധീനമാണുള്ളത്. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക്, ഈഴവ പോലുള്ള ആലപ്പുഴ എടുത്താൽ ഈഴവാസിനാണ് വലിയ മുൻതൂക്കമുള്ളത്.
അതേസമയം കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ നായർ കമ്മ്യൂണിറ്റിക്ക് വലിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോലെ തന്നെ നായർ കമ്മ്യൂണിറ്റിക്കും വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ ഇതൊരു രസകരമായ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. ജാതി മതമൊന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ വരവ് മഞ്ചേശ്വരം ഉൾപ്പെടെ വലിയ തോതിൽ കോൺഗ്രസ്സിനും അതുപോലെ തന്നെ BJP-ക്കും CPM-നും 3 പാർട്ടിക്കും ഗുണകരമാകും. കാരണം BJP-ക്ക് എന്തായാലും ഗുണകരമാകും. മറ്റ് 2 പാർട്ടികൾക്കും SDP ഓരോ മണ്ഡലത്തിലും ആരുടെ കൂടെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നനുസരിച്ചാണ് അടുത്ത ആളിന് അതിൻ്റെ ഗുണമുണ്ടാകുന്നത്. ഇതാണ് കേരളത്തിൽ ഇന്നലെ നടന്നിട്ടുള്ള വളരെ കൃത്യമായ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം.